2025 യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ഒരു പ്രൈവറ്റ് വീഡിയോ ആയിട്ട് യൂട്യൂബ് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും മെയിലിന്റെ ത്രൂ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു മെയിലിൽ മോണിറ്റൈസേഷൻ പോളിസിയിൽ എന്ത് മാറ്റമാണ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നതെന്നും അതേപോലെ യൂട്യൂബിൽ വരാൻ പോകുന്ന 4 ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ യൂട്യൂബുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും വീഡിയോകളായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. എ പ്രൈവറ്റ് വീഡിയോ വാസ് ഷെയർഡ് വിത്ത് യു. അതായത് യൂട്യൂബ് ഒരു പ്രൈവറ്റ് വീഡിയോ നമുക്ക് അയച്ചിരിക്കുകയാണ്. ഈ പ്രൈവറ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്ന അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയിലിന്റെ ജെന്യുനാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും no_reply@youtube.com. അതായത് യൂട്യൂബിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു മെയിൽ വന്നിട്ടുള്ളത്. ഇതിൽ നിന്നും എന്തെങ്കിലും മാറ്റം എവിടെയെങ്കിലും ഒരു ചെറിയ കുത്തോ കോമയുടെ വ്യത്യാസമേ ചിലപ്പോൾ കാണത്തുള്ളൂ. ആ ഒരു മാറ്റത്തിൽ തന്നെ സംഭവം ഹാക്കേഴ്സിന്റെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സ്കാം ചെയ്യുന്നവരുടെയോ മെയിലായിട്ട് ഇത് മാറാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒറ്റ നോട്ടത്തിൽ no_reply@youtube.com അത് നമ്മൾ വിശ്വസിച്ച് പോകും ഈ ഒരു ഇങ്ങനെ ഒരു മെയിൽ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതേപോലെ യൂട്യൂബിന്റെ ഒരു ലോഗോ പിന്നെ ഒരു പ്രൈവറ്റ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു യൂട്യൂബ് ചാനലിലേക്കാണ് ഇത് റീഡയറക്ട് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കാം പരിപാടിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെയുള്ള പ്രൈവറ്റ് വീഡിയോകൾ ഓപ്പൺ ആക്കി നോക്കുകയോ ചെയ്യരുത്. കാരണം അത് സ്കാം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു മെയിലിന്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആൻഡ് ഇറ്റ്സ് എംപ്ലോയീസ് വിൽ never attempt to contact you or share information through a private video. If you have concern about the authenticity of this content, report this channel എന്നും പറഞ്ഞാണ് ഈ ഒരു മെയിൽ വന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് യൂട്യൂബോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ എംപ്ലോയീസോ ആരും തന്നെ ഇതേപോലെ പ്രൈവറ്റ് വീഡിയോകൾ അവരുടെ ക്രിയേറ്റേഴ്സിന് വേണ്ടി ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല എന്നുള്ള കാര്യവും എഴുതിയിട്ടുണ്ട്. അതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിപ്പം മെയിൽ വന്നിരിക്കുന്നത് ഏകദേശം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു യൂട്യൂബിന്റെ തന്നെ ഐഡിയിൽ നിന്ന് വരുന്ന രീതിയിലാണ് ഈ മെയിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ ചാടി കയറി അത് ഓപ്പൺ ആക്കി നോക്കും എന്താണ് മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്ന മാറ്റം എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുക. ഒരു കാരണവശാലും ഇത് ഓപ്പൺ ആക്കിയോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയോ നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ പാസ്വേഡോ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുകയോ പുതിയ ബ്രൗസറുകളോ ആപ്ലിക്കേഷനുകളോ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ ഇങ്ങനെയുള്ള ലിങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെയിലുകളിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യരുത്. ഓക്കെ, ഇതൊരു അപ്ഡേറ്റ് ഒന്നും അല്ല, ഇതൊരു അറിവിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഒക്കെ സേഫ് ആയിരിക്കാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്ത കാര്യമാണ്. അപ്പൊ ഇനി നമ്മുടെ മെയിൻ യൂട്യൂബിന്റെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ്, യൂട്യൂബിൽ VO2 എന്ന് പറയുന്ന ഒരു AI സർവീസ് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇത് ഷോർട്ട് വീഡിയോസിലായിരിക്കും ഈ VO2 എന്ന് പറയുന്ന ഈ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള, അതായത് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് AI വീഡിയോസ് നമുക്ക് ഷോർട്ട് വീഡിയോസിൽ ഇനി മുതൽ VO2 ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന AI വീഡിയോസോ അല്ലെങ്കിൽ B-റോൾസോ ഒക്കെ നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ മാക്സിമം എൻഹാൻസ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല സെറ്റപ്പ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇപ്പൊ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷേ അതിലെ വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ആ വിഷ്വൽസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യത്തെക്കുറിച്ചുള്ള വിഷ്വൽ ആണോ നമുക്ക് വേണ്ടത് അതിന്റെ പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ ഈ VO2 നമുക്ക് ആ രീതിയിലുള്ള വീഡിയോ ക്ലിപ്സുകൾ AI ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പം ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ഫീച്ചറാണ്. ലോങ് വീഡിയോസിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല, അപ്ഡേറ്റ് വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഷോർട്ട് വീഡിയോസിലാണ് ഈ VO2 ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓൺ അതർ യൂട്യൂബ് ചാനൽ. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടാനായിട്ട് സാധിക്കും. നേരത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടായിരുന്നു, ആ ടാബ് മാറി ഇപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാബായി. ഈ പോസ്റ്റ് ടാബിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസോ വീഡിയോസോ ലിങ്കുകളോ ഒക്കെ തന്നെ നമ്മുടെ ചാനലിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൂടെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് വരികയാണ്. ഓൾറെഡി കുറെ ചാനലുകളിലൊക്കെ അത് ആ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് വെക്കുന്ന ചാനലുകളിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിനോ ഒക്കെ വന്നിട്ട് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ പോസ്റ്റ് സെക്ഷനിൽ വന്നിട്ട് പോസ്റ്റുകൾ ഇടാനായിട്ട് സാധിക്കുന്നതാണ്, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ 3-4 ചാനലുണ്ട്, ഇതിലൊന്നും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. മൂന്നാമത്തെ അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ്, കമന്റ് റിപ്ലൈ വയ വോയിസ്. അതായത് ഇപ്പോൾ വരെ നമ്മൾ കമന്റ് റിപ്ലൈ കൊടുക്കുന്നത് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പം ഇനി മുതൽ യൂട്യൂബിൽ വോയിസ് ആയിട്ട് ഒരു 30 സെക്കൻഡുള്ള വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് കമന്റ്സിന് നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും. അത് പ്രത്യേകിച്ച് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഒരാളൊരു ചോദ്യം ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ട് നമ്മൾ കുറേ നേരം ടൈപ്പ് ചെയ്ത് അയക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ബട്ട് ഇനി ആ ഒരു പ്രശ്നവും ഇല്ല. കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വളരെ ഈസി ആയിട്ട് അവരുടെ ഫോളോവേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ 30 സെക്കൻഡ് വെച്ചുള്ള ഓഡിയോ ക്ലിപ്പുകളായിട്ട് നമുക്ക് കമന്റ്സിന് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പേഴ്സണലി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് ആണ്. കാരണം ഞാൻ വീഡിയോകൾ
അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്. അതിലൊരു കുറച്ച് നല്ലൊരു ശതമാനം ആളുകൾ അവരുടെ സംശയങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് റിപ്ലൈ കൊടുക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ദിവസം 2-3 വീഡിയോസ് ഒക്കെ 2-3 ചാനലുകൾ മാനേജ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ചാനലിലും വരുന്ന കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പം ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയി കഴിയുമ്പോൾ ഇത് ഓൾറെഡി ബീറ്റ ടെസ്റ്റിംഗിലാണ്. കുറച്ച് പേർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റാൻഡം ആയിട്ടാണ് ഈ ഒരു ഫീച്ചർ കൊടുക്കുന്നത്. ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഈ ഒരു ഓപ്ഷൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ പറയുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ യൂട്യൂബിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഒഫീഷ്യൽ ആയിട്ട് യൂട്യൂബ് റോൾ ഔട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബീറ്റ ടെസ്റ്റിംഗിലുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ പറയുന്നത്. ഒരാഴ്ചയോ 2 ആഴ്ചക്കുള്ളിൽ എല്ലാവർക്കും ഇത് അവൈലബിൾ ആയി തുടങ്ങുകയും ചെയ്യും. 4ാമത്തെ അപ്ഡേറ്റ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ഒരു അപ്ഡേറ്റും ഇപ്പം ബീറ്റയിൽ റോൾ ഔട്ട് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോകളിൽ നമ്മൾ സബ്സ്ക്രൈബിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഗ്ലോ ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ആനിമേഷൻ വരുന്ന ഒരു ഫീച്ചറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് ഇത് യൂട്യൂബ് കുറെ ആളുകൾക്കൊക്കെ എനേബിൾ ആക്കി കൊടുത്തെങ്കിലും പിന്നീട് അത് വീണ്ടും അവർ തിരിച്ചെടുത്തിട്ട് ഇപ്പൊ വീണ്ടും ആ ഒരു ഫീച്ചർ ഫുള്ളി ഫംഗ്ഷനിലായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ലോഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചു കുറച്ചുപേർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, സബ്സ്ക്രൈബിന്റെ കാര്യം പറയുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഗ്ലോ ചെയ്യും. രണ്ടാമത്, ലൈക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ലൈക്ക് ബട്ടണും ഗ്ലോ ചെയ്യാം. Give a subscriber a like, you'll get notified next time. അപ്പം നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് ഒരു അറ്റൻഷൻ ഉണ്ടാവും ഇത് കാണുന്നുള്ളത്. മനസ്സിലായോ? അവര് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ഒരു ഗ്ലോ ഒക്കെ ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണിലും ലൈക്ക് ബട്ടണിലും വരുമ്പോൾ അവരത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനുമുള്ള സാധ്യത കൂടും. അപ്പോൾ ഈ ഒരു ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഗ്ലോ ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല, എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ചു. അടുത്ത ദിവസങ്ങളിലെ വീഡിയോകളിൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന് പറഞ്ഞ അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ നിർത്തുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.